മാസ്ക് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വോട്ട് തേടുകയാണ് കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ. പ്രഖ്യാപനത്തിന് പിന്നാലെ ഗോദയിൽ അംഗം തുടങ്ങിക്കഴിഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്തിലെ UDF, LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഷിത ജഗത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വലിയ തിരക്കിൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രചാരണം അതിന്റെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വീടുകളൊക്കെ കയറി തുടങ്ങിയല്ലേ? വീടുകളൊക്കെ കയറി ഏതാണ്ട് ഒരു റൗണ്ട് പൂർത്തിയായി. ഒരു റൗണ്ട് ഞങ്ങൾ പൂർത്തിയായി. പ്രാഥമികമായിട്ട് കാണേണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇനി രണ്ടാം റൗണ്ടിലേക്ക് കിടക്കുകയാണ്. പിന്നെ നല്ല സപ്പോർട്ടാണ് ജനങ്ങളൊക്കെ. പിന്നെ കുറേ പ്രശ്നം ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, വെള്ളത്തിൻ്റെ പ്രശ്നം, കുടിവെള്ളത്തിൻ്റെ നമ്മളെ ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ പ്രാദേശികമായ വിഷയങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകുക. അപ്പോൾ ഇവിടെ കുടിവെള്ളമാണോ? ഇവിടെ കുടിവെള്ളമുണ്ട്. പിന്നെ ഈ ലൈഫ് പദ്ധതിയിൽ വീട് ഡിലേ ആയതൊക്കെ ഉണ്ട് കാര്യങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലർക്കൊന്നും വീട് തന്നെയല്ല. എങ്ങനെയുണ്ട് ഈ കോവിഡ് കാലത്തെ പ്രചാരണം? ആളുകൾ കൂടാൻ പാടില്ല, അത്ര ആളെ പാടുള്ളൂ എന്നൊക്കെയാണ്. ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആളുകൾ കൂടാൻ പാടില്ലാത്തത് നമുക്ക് സുഖമാണ്. കാരണം കൂടുതൽ ആൾക്കാരെ കൂട്ടേണ്ടല്ലോ, നമ്മൾ ശക്തി കാണിക്കേണ്ട. ഞാനും വേറൊരുത്തരും മാത്രമാണ്, ഞങ്ങളെ യൂത്ത് വാർഡ് പ്രസിഡന്റ് മാത്രമാണ് വീട് കയറുന്നത്. പിന്നെ അത്യാവശ്യമുള്ള സ്ഥലത്ത് മാത്രമാണ് മറ്റേ ആൾക്കാരെ കൂട്ടൽ. മൊത്തം എല്ലാ സ്ഥാനാർത്ഥികളായോ? ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. 8-9 വാർഡുകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയിക്കാത്തത്. ബാക്കി എല്ലാ വാർഡുകളും ചർച്ചയിലൂടെ പുരോഗമിക്കുകയാണ്. കൊടിയത്തൂരിലെ 3-ാം വാർഡിൽ മത്സരിക്കുന്ന ഷിഹാബാണ് നമ്മൾ സംസാരിച്ചത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KP ചന്ദ്രനും വോട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം രണ്ടാം തവണയാണോ ജനവിധി? രണ്ടാം തവണയാണ് ജനവിധി. ഞങ്ങളിങ്ങനെ അവരോട് പറയുന്നത് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കൊടിയത്തൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിലാണ് മത്സരിച്ചത്. സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് നിങ്ങൾ ഈ മുന്നോട്ട് വയ്ക്കുന്നത്? പഞ്ചായത്തിൻ്റെ വികസനമാണോ, ഒപ്പം തന്നെ അല്ലെങ്കിൽ LDF ആകുമ്പോൾ പ്രത്യേകിച്ചും സർക്കാരിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്ത് കാര്യം പറഞ്ഞിട്ടാണ്? ഞങ്ങൾക്ക് സർക്കാരിൻ്റെ കാര്യമുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കാര്യമുണ്ട്. ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയുണ്ട് ഈ ഒരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതിൽ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ തന്നെ ജനങ്ങളൊക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് അപൂർവം പ്രായമുള്ള ചില ആളുകളൊക്കെ ചിലപ്പോൾ ഒന്ന് മാസ്ക് കഴിച്ച് കാണിച്ചു കൊടുത്തെങ്കിൽ ചിലപ്പോൾ അറിയുള്ളൂ. അല്ലാതെ മഹാഭൂരിപക്ഷ ആളുകളും ആ പ്രയാസമില്ല. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ പ്രചാരണം. പ്രോട്ടോക്കോൾ ഞങ്ങൾ 2 ആൾ അല്ലെങ്കിൽ 3 ആൾ, അതിലപ്പുറം ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. മാസ്ക് ധരിച്ച് ഒരു വീട്ടിലേക്കും കയറിയില്ല. മുറ്റത്തുനിന്ന് പറഞ്ഞു പോകുന്ന സ്ഥിതിയാണ്. വേറൊരു ഗുണമുണ്ട്, ഇതിപ്പോൾ ആളുകൾ കിട്ടാതെ നമ്മൾ ആളെ കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ആരെ കിട്ടിയാലും ഒരാൾ കൂടെ ഉണ്ട്. അതല്ല, വീട്ടിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. ഈ ടൈമായിട്ട് കോവിഡ് എല്ലാ വോട്ടർമാരും നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്, വീട്ടിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാസ്ക് ധരിച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള പ്രചാരണം. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.